ഇനി 1 കിലോമീറ്റർ ഓടുകളെന്നാണ് കാണിക്കുന്നത് ഗൈസ്. ഇപ്പം ലിംബ് മോഡ് ആക്ടിവേറ്റ് ആയി എന്നുള്ളതാണ്. 3 ദിവസം കൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. ഇതാണ് ശരിക്കുള്ള റിയൽ വേൾഡ് റേഞ്ച്. വണ്ടി അടിപൊളി കേട്ടോ. എല്ലാവർക്കും യമഹ EC06 അതിൻ്റെ ഒരു റിയൽ വേൾഡ് റേഞ്ച് ടെസ്റ്റിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലെ ഫുൾ ചാർജ് ചെയ്ത് വെച്ചു. 100% ചാർജ് ഉണ്ടായിരുന്നു. രാവിലെ 1% കുറഞ്ഞിട്ടുണ്ട്. 111 100%. ഇപ്പം 110 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈഡിങ് മോഡ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ട് നമുക്ക് നോർമലായിട്ട് ഒരാൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഇതാണ്. സ്റ്റാൻഡേർഡ് മോഡിൽ 90 കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈക്കോ മോഡിലാണ് നമുക്ക് 110, പവർ മോഡിൽ 70. അപ്പോൾ ഞാൻ ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ഓടിക്കും ആ ഒരു രീതിക്കാണ്. വലിയ സ്പീഡ് അങ്ങനെ കെയർ ചെയ്യുന്നില്ല. നോർമലി എങ്ങനെ പോവുമോ അതേപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ റീജൻ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആകും. കാരണം 100 മീറ്റർ മതി നമുക്ക് ഒരു 60-ൽ നിന്ന് 0-ൽ എത്താനായിട്ട്. ഇതുണ്ടല്ലേ, ഞാൻ ത്രോട്ടിൽ അയച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പായി. നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പാവും. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു റീജനാണ്. പക്ഷേ റീജൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ സ്ട്രെയിറ്റ് റോഡിൽ റീജൻ്റെ ആവശ്യം അധികം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇറക്കമുള്ളിടത്തൂടെ ഒരുപാട് ഓടിക്കുന്നുണ്ടെങ്കിൽ റീജൻ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത സമയത്ത് ഓഫ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ആ വന്ന സ്പീഡ് പെട്ടെന്ന് റെഡ്യൂസ് ആകുമ്പോൾ പിന്നെ നമ്മൾ കൈ കൊടുത്തെടുക്കുമ്പോൾ ആ ഒരു ലാഗ് വരും. ഇപ്പോൾ ഇതാ 90% ആയി. 317 കിലോമീറ്റർ ഓടോയിൽ കാണിക്കുന്നത്. ഇപ്പം 319 ഓടോയാണ്. 89% ചാർജ് ഉണ്ട്. 83 കിലോമീറ്ററാണ് റേഞ്ച് ഇനി കാണിക്കുന്നത്. അപ്പം ഞാൻ 70-ൽ തന്നെയാണ് പോകുന്നത്. നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിൽ ഇപ്പോൾ ഒരു മാക്സിമം സ്പീഡിലാണെന്ന് തോന്നുന്നു. 82. ഗൈസ്, അങ്ങനെ 80%. 328 ഓടോയിൽ കാണിക്കുന്നത്. 78 കിലോമീറ്റർ റേഞ്ചാണ് ഇപ്പോൾ ഇനി മിച്ചോളായിട്ട് കാണിക്കുന്നത്. ഗൈസ് 75% ആയി. 75 റേഞ്ചും കാണിക്കുന്നത്. 333 ഓടോ. ഗൈസ്, അങ്ങനെ 71% ആയി. 70 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. 339 കിലോമീറ്റർ ഓടോ. ഗൈസ് 60% ആയി. അപ്പം 350 കിലോമീറ്ററാണ് ഓടോ കാണിക്കുന്നത്. 59 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു 60-70 അതിന് മേലെയും പോയിട്ടുണ്ട്. ഗൈസ് 50% ചാർജായി. 50 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഇനി 359 കിലോമീറ്റർ ഓടോ. അപ്പോൾ 50% ചാർജിൽ ഇത്രയും കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നല്ല തിരക്കുള്ളിടത്തൂടെ ഓടിച്ചിട്ടുണ്ട്. ഫ്രീ റോഡിൽ ഓടിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ഫ്ലാറ്റ് റോഡാണ്. ഒരുപാട് കയറ്റമൊന്നും അങ്ങനെ ഓടിച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരു 10-20 കിലോമീറ്റർ പില്ലിയനെ വെച്ച് ഓടിച്ചിട്ടുണ്ട്. ബാക്കി സിംഗിൾ റൈഡാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65. അപ്പോൾ ഈ ഒരു വെയിറ്റുള്ള ഒരാൾ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ആവറേജ് റേഞ്ചാണ് നോർമൽ റൈഡിങ് കണ്ടീഷനിൽ. അപ്പം ഇടയ്ക്ക് സ്പീഡ് കൂട്ടും കുറയ്ക്കും. നമ്മുടെ യൂഷ്വലായിട്ട് എങ്ങനെ ഒരാൾ റൈഡ് ചെയ്യുന്നോ അതേപോലെയാണ് ഞാൻ ഓടിക്കുന്നത്. പക്ഷേ 50% ചാർജായപ്പം ഇത്രയാണ് ഓടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് കാണിക്കുന്ന റേഞ്ചൊന്നും കിട്ടുമെന്ന്. എന്തായിരുന്നാലും നോക്കാം. ബാക്കി 50% കൂടെ ചാർജിൽ നമുക്ക് ഓടിച്ചു നോക്കാം കിട്ടുമോ ഇല്ലയെന്ന്. ഗൈസ്, അങ്ങനെ 25% ആയിട്ടുണ്ട്. 25 കിലോമീറ്റർ തന്നെയാണ് റേഞ്ചും ഇനി മിച്ചം കാണിക്കുന്നത്. 384 കിലോമീറ്റർ ഓടോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 110 കിലോ അടുപ്പിച്ചാണ്. ഇടയ്ക്ക് പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാത്രിയിലോ അല്ല എവിടെയെങ്കിലും ഓഫ് ചെയ്ത് വണ്ടി വെച്ചതിന് ശേഷം ഓണാക്കുമ്പം നെക്സ്റ്റ് ഡേയിൽ നോക്കുമ്പോൾ ഒരു 1% കുറയുന്നതായിട്ട് കണ്ടു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റൈഡ് റിവ്യൂ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡൽ 100 അവർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മളൊരു
40 km/h അല്ലെങ്കിൽ 35 km/h അങ്ങനെയുള്ളൊരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് യൂഷ്വലി കമ്പനികൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ബ്രാൻഡിൻ്റെ വണ്ടി നോക്കുമ്പോഴും ആ ഒരു ഓരോ മോഡലും അവർ പറയുന്ന ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവർ പറയുന്ന ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആ ഒരു റേഞ്ച് കിട്ടത്തുള്ളൂ. സോ ഞാനത് കെയർ ചെയ്യുന്നില്ല. അല്ലാതെ ഓടിക്കുന്ന സമയത്താണ് ഈ ഒരു റേഞ്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ടെസ്റ്റ് നടത്തുന്നത്. ഇപ്പോൾ 20% ആയി. 388 ഓടോ 20% റേഞ്ച് കാണിക്കുന്നുണ്ട്. 20%-ൽ നിന്ന് 21-ലേക്ക് വീണ്ടും പോയോ? ഇപ്പോൾ 20% ആയി. എനിക്ക് തോന്നുന്നു ആക്സലറേഷൻ കൂടുതലായിട്ട് കൊടുത്തപ്പം ഡിസ്പ്ലേയിൽ അങ്ങനെ കാണിച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 20% ആയി. അപ്പോൾ ഇനി പവറിൽ ലാഗുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് ഒരു 10% ആകുമ്പോൾ അറിയാം, അല്ലെങ്കിൽ 5%-ൽ അറിയാൻ പറ്റും. ഗൈസ് 15% ആയി. ഇനി 15 കിലോമീറ്ററൂടെ ഓടുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഗൈസ് 11%. അപ്പോൾ ആക്സലറേഷൻ കൊടുക്കുമ്പം ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു 15% മുകളിൽ ഓടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ഒരു ടോർക്ക് ഡെലിവറി കിട്ടുന്നില്ല. സ്റ്റിൽ പവറുണ്ട്. സ്റ്റാൻഡേർഡ് മോഡിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു പവർ വെച്ച് നോക്കുമ്പം അല്പം കുറവുണ്ട്. എന്നാലും സ്പീഡ് കയറുന്നതിന് പ്രശ്നമില്ല. ഗ്രാജുവലായിട്ടേ കയറുകയുള്ളതേ ഉള്ളൂ. ഒരു 50 55 സിമ്പിളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാ 10% ആയി. ഇനി ഒരു കയറ്റാണ്, നല്ല കയറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ പില്ലിയനുണ്ട്. സോ ഇതാ ഈ കയറ്റം വന്നപ്പോൾ വളരെ സ്ലോയിലാണ് വണ്ടി വലിക്കുന്നത്. ഈക്കോ മോഡ് എൻ്റെ ആ ഒരു പെർഫോമൻസാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പം 401 ഓഡോമീറ്റർ കാണിക്കുന്നത്. 10% ചാർജാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ 10% ചാർജിലായി. നമുക്ക് ഇപ്പോൾ കാണാം. ഇപ്പോൾ ഇതൊരു ഇറക്കമാണ്. ഇപ്പോൾ നല്ലൊരു കയറ്റം വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി ഒരു 5 കിലോമീറ്റർ അടുപ്പിച്ച് ഇങ്ങനെ കയറ്റം തന്നെയാണ് കൂടുതലും. ഇപ്പോൾ പവറിന് നല്ല ലാഗുണ്ട്. ഒരു 12% ഏകദേശം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. ഈക്കോ മോഡിൽ കിട്ടുന്ന അതേ പവറേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് മോഡിൽ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 മോഡും മാറ്റി നോക്കി ഈ 10% ശേഷം വന്ന ഒരു ചാർജിങ് ടൈം വെച്ചിട്ട്, അപ്പോൾ ചാർജിങ് പെർസെൻറ്റേജ് വെച്ചിട്ട്. അപ്പോൾ 3 മോഡിൽ ഏകദേശം ഒരേ പെർഫോമൻസാണ് കിട്ടുന്നത്. അതായത് ഇക്കോ മോഡിൽ കിട്ടുന്ന അതേ പെർഫോമൻസേ ഉള്ളൂ 3 മോഡിൽ ഏകദേശം കിട്ടുന്നുള്ളൂ. ഒരു 30-35 മാക്സിമം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു കയറ്റാണ്. ഞാൻ സത്യത്തിൽ ഫുൾ ത്രോട്ടിൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ വണ്ടി 30-ന് മേലെ കയറുന്നില്ല. ചെറിയൊരു കയറ്റാണ്. അപ്പോൾ അതാ 5% ആയി. ഇത് 5%-ൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. 405 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഏകദേശം 6 കിലോമീറ്റർ ഓടുന്നതാണ് കാണിക്കുന്നത്. നോക്കാം. പിന്നെ വലിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഇവിടെ ഒരു ആമയുടെ പടം കാണിക്കുന്നുണ്ട്. സംഗതി ഈക്കോ മോഡിലോട്ട് ഷിഫ്റ്റായി. ഇപ്പം ഏത് മോഡ് മാറ്റിയാലും നമുക്ക് മാറത്തില്ല. ഒരു മോഡ് വേറെ ഒരു മോഡും കിട്ടത്തില്ല. ഈക്കോ മോഡ് മാത്രമേ കിട്ടുള്ളൂ. 5% ആയതിനു ശേഷം 6 കിലോമീറ്റർ റേഞ്ച് കൂടെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ പില്ലിയനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ വെയിറ്റ് ഏകദേശം ഒരു 115 കിലോ അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസിനകത്ത് കുറച്ച് സാധനങ്ങൾ, ഒരു 3-4 കിലോയുടെ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 120 കിലോ മൊത്തത്തിൽ നമുക്ക് കൂട്ടാം. ഗൈസ് 4% ആയി. 4 കിലോമീറ്ററൂടെ ഓടുമെന്നാണ് കാണിക്കുന്നത്. വീട്ടിലെത്തുമെന്ന് സംശയമാണ്. 3% ആയി. ഇത് നല്ല കയറ്റം കൂടെ ആയതുകൊണ്ട് നല്ലതായിട്ട് പവർ വലിക്കുന്നുണ്ട്. പക്ഷേ 25-24 മേലെ കയറുന്നുമില്ല. ഫുൾ ത്രോട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ഇറക്കമുണ്ട്. നമുക്കവിടെ ത്രോട്ടിൽ കൊടുക്കാതെ കുറച്ച് മൂവ് ചെയ്യുക, അല്ലേ റിസ്ക്കാണ്. 3%-ൽ 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നോക്കാൻ പോകുമെന്ന്. ഇപ്പോൾ ഞാൻ ത്രോട്ടിൽ അങ്ങനെ അധികം കൊടുക്കുന്നില്ല, ലൈറ്റായിട്ടേ പിടിച്ചിട്ടുള്ളൂ. ഇതൊരു ചെറിയ ഇറക്കമായതുകൊണ്ട് ആ ഒരു ഇത് സ്പീഡ് കയറുന്നതേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ത്രോട്ടിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള സ്പീഡ് കയറുന്നതല്ല. ഇപ്പം ലിം മോഡ് ആക്ടിവേറ്റ് ആയി എന്നുള്ളതാണ് 5%-ന് ശേഷം കാണിക്കുന്നത്. ഇപ്പോൾ അതാ 2% എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. 407 കിലോമീറ്റർ ഓടോ, അതുപോലെ 3 കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. ഗൈസ് ഇനി 2 കിലോമീറ്റർ ഓടുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. 2%-ലായി. വീട്ടിലെത്തുമെന്നുള്ളത് വലിയ ഡൗട്ടാണ്. തള്ളേണ്ടി വരുന്ന ലക്ഷണമാണ്. അപ്പം വളരെ സ്ലോയിലാണ് പോകുന്നത്. വണ്ടിക്ക് ഒട്ടും പവർ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടി, 132 kg വെയിറ്റ് ഉള്ള ഒരു വണ്ടി, അതുപോലെ 120 കിലോ പില്ലിയൻ റൈഡർ, അതുപോലെ ലഗേജ് എല്ലാം കൂടെ, ചാർജറൊക്കെ ഉണ്ട്.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പം പെർഫോമൻസ് ഓക്കെയാണ് ഈ ഒരു 5% താഴെ. അപ്പോൾ 1%-ലെത്തിയിരിക്കുകയാണ് ഗൈസ്. 2 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷേ സാധ്യത വളരെ കുറവാണ്. 408 ഓടോ. അപ്പം ഇനി കുറച്ച് കിലോമീറ്റർ കൂടി ഉണ്ട്, നോക്കാം. ഇനി 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന 1 കിലോമീറ്റർ കൂടെ മിച്ചം ഓടാൻ സാധ്യതയുള്ളൂ. അതെങ്ങനെയെങ്കിലും എത്തിയാൽ രക്ഷപ്പെട്ട്. ഇനി 1 കിലോമീറ്റർ ഓടുകയുള്ളെന്നാണ് കാണിക്കുന്നത് ഗൈസ്. അയ്യോ, പണി പാളോ ഗൈസ്. 1% 409 കിലോമീറ്റർ ഓടോ, ഒറ്റ കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തപ്പം 2% ചാർജ് കാണിക്കുന്നുണ്ട്. 2 കിലോമീറ്റർ ഇനിയും പോകുമെന്ന് കാണിക്കുന്നു. പക്ഷേ നമ്മളുടെ റൈഡ് ഇപ്പോൾ സ്റ്റോപ്പാക്കി. നമുക്കൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു എന്നുള്ളത്. അപ്പോൾ 409 ടോട്ടൽ ഓടോ മൈനസ് നമുക്ക് 310 സ്റ്റാർട്ടിങ്. സോ നമുക്ക് 99 കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം 1% മിച്ചം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തുടക്കത്തിൽ 100% ചാർജ് ചെയ്തെങ്കിലും 99% പിറ്റേ ദിവസം ഓൺ ചെയ്തപ്പം ആയായിരുന്നു. ഒരു 10 കിലോമീറ്റർ കയറ്റം ഓടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഫ്ലാറ്റ് റോഡുകളായിരുന്നു. ഇതാണ് ശരിക്കുള്ള റിയൽ വേൾഡ് റേഞ്ച്. വണ്ടി അടിപൊളി കേട്ടോ. അവർ കാണിക്കുന്ന റേഞ്ച് ഇത്രയും എന്താ പറയുക, കെയർലെസ് ആയിട്ട് ഓടിച്ചിട്ടും എനിക്ക് കിട്ടിയെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു തന്നെ. കൊള്ളാം. എനിക്ക് കിട്ടിയ റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റേഞ്ചാണ് കിട്ടിയത്. ഞാൻ ഇടയ്ക്ക് റാഷായിട്ട് ഓടിച്ചിരുന്നു, കയറ്റത്തിൽ ഓടിച്ചിരുന്നു, ഇറക്കത്തിൽ ഓടിച്ചിരുന്നു, പില്ലിനെ വെച്ച് ഓടിച്ചിരുന്നു. അപ്പോൾ ഒരു 10-35 കിലോമീറ്റർ അടുപ്പിച്ച് പില്ലിനെ വെച്ച് ഓടിച്ചിട്ടുണ്ട്. ബാക്കി സിംഗിൾ റൈഡാണ് ഞാൻ ഓടിച്ചിരുന്നത്. സിറ്റിയിൽ സ്ലോയിലും പോയിട്ടുണ്ട്, നല്ല രീതിയിൽ റാഷായിട്ട് ഓടിച്ചിട്ടുണ്ട്. സോ റഫായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മൈലേജ് ഇതാണ്. അപ്പം ഞാൻ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിലും ബാറ്ററി റേഞ്ചിലും ഹാപ്പിയാണ്. സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റൈഡ് റിവ്യൂ ഉടനെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ രംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.